ഇവിടുത്തെ അത്തായ പട്ടണിക്കാരാണ്, ഇവിടുത്തെ സാധാരണക്കാരാണ്, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്, ഇവിടുത്തെ പെയിന്റിംഗ് പണിക്കാരാണ്, ഇവിടുത്തെ കൽപ്പണിക്കാരാണ്, ഇവിടുത്തെ ആശാരിപ്പണിക്കാരാണ്. അവരോടാണ് ഈ ആശുപത്രിയുടെ മാനേജ്മെന്റ് ധിക്കാരമായി പെരുമാറുന്നത്. ചിലർ ചോദിക്കും 5 രൂപയുള്ളത് 20 രൂപയായാലെന്താ, 15 രൂപയല്ലേ ഉള്ളൂ. ഇവിടെ രോഗിയെ കാണാൻ ഒരു കുടുംബം വന്നാൽ, വാപ്പയും ഉമ്മയും 2 മക്കളും വന്നാൽ 5 രൂപ കൊടുത്ത് 20 രൂപ കൊണ്ട് 20 25 രൂപ കൊണ്ട് അവിടെ സന്ദർശക ഫീസ് കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പൊ 100 രൂപ കൊടുക്കണം എന്നാ പറയുന്നത്. 20 രൂപയാ ഒരാൾക്ക്. 5 രൂപയുണ്ടായിരുന്ന OP ടിക്കറ്റ് ഇവിടെ 20 രൂപയാവുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ പോലും 20 കൊടുക്കണം. ഓൺലൈനായിട്ട് എടുത്താൽ 20 കൊടുക്കണം. അവർ ചോദിക്കുന്നു 5 ഒരു 15 രൂപ കൂട്ടി 20 ആക്കിയാൽ ഇത്ര വലിയ സംഖ്യയാണോ? ഏമാന്മാരെ, 30-ാം തീയതി കൃത്യമായി 10,000-ങ്ങളും ലക്ഷങ്ങളും ശമ്പളം വാങ്ങുന്ന നിങ്ങൾക്കൊരു 15-ഉം 20-ഉം ഒരുപക്ഷെ വലിയ സംഖ്യയായിരിക്കില്ല. ഇവിടെ വരുന്ന ഈ പാവങ്ങളുണ്ടല്ലോ, ഈ അത്താഴപ്പട്ടിണിക്കാരുണ്ടല്ലോ, ഈ സാധാരണക്കാരുണ്ടല്ലോ, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്ക് വീട്ടിൽ നിന്ന് വന്ന് ഇവിടെ ക്യൂ നിൽക്കുന്ന, ഒന്ന് ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാതെ മണിക്കൂറുകളോളം ഇവിടെ ക്യൂ നിൽക്കുന്ന സാധാരണക്കാരന് ആ 15-ഉം 20-ഉം വലിയ സംഖ്യയാണ്. അതുകൊണ്ടാണ് ഈ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് സമരത്തിന് വേണ്ടിയുള്ള സമരമല്ല. യൂത്ത് കോൺഗ്രസിന് കുറെ ദിവസം ആലോചിച്ചപ്പോ എന്ത് സമരം നടത്തുമെന്ന് ആലോചിച്ചപ്പോ ഇങ്ങനെ ഒരു സമരം നടത്താമെന്ന് വിചാരിച്ചു വന്നതല്ല. ഒരു മാമൂലിന് വേണ്ടിയല്ല, പത്രത്തിൽ പടം വരാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് ഓൺലൈൻ ചാനലുകളിൽ വരാൻ വേണ്ടിയിട്ടല്ല. ഈ നിൽക്കുന്ന ഈ ഉച്ചയാകുമ്പോഴും ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ അത്താണിയായ ഈ ജില്ലാ ആശുപത്രിയിലെ ഈ കടുംവെട്ടിനെതിരെ ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു. ആ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ആരൊക്കെ കൂടിയെടുത്ത തീരുമാനമാണെങ്കിലും അതൊന്നും യൂത്ത് കോൺഗ്രസിന്റെ മുമ്പിൽ ഒരു തടസ്സമോ ഒരു പ്രതിബദ്ധതമോ അല്ല. ആരെടുത്ത തീരുമാനമാണെങ്കിലും ആ തീരുമാനം പിൻവലിക്കും വരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ഈ സമരവുമായി ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ ഈ ആശുപത്രിയുടെ അകത്ത് കയറി സമരം ചെയ്യാൻ ഞങ്ങൾ താളതില്ലാഞ്ഞിട്ടില്ല. എന്തേ ചെയ്യാത്തെന്നറിയോ? ഈ ആശുപത്രിയുടെ മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോ ഇവിടെ പോലീസും ബഹളവും ഉണ്ടാകുമ്പോ ഇവിടെ വരുന്ന സാധാരണക്കാരായ രോഗികൾക്ക് അവർക്കൊരു പ്രയാസം പോലും വരരുത് എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ തീരുമാനം, ഞങ്ങൾ ഈ സമരം ഇതിന്റെ കവാടത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അധികാരികളോട് പറയുന്നു, ഈ സമരം ഞങ്ങൾ ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ടുപോകില്ല. നിരാഹാര സമരം ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഈ സമരത്തിന്റെ ഈ സ്വഭാവം ഞങ്ങൾ മാറ്റും. അത് കഴിഞ്ഞ് ഈ കൂട്ടിയ അന്യായമായി വർദ്ധിപ്പിച്ച ഈ നിരക്ക് പിൻവലിക്കാൻ അധികാരികൾ തയ്യാറായില്ല എങ്കിൽ ഒരു തർക്കവും വേണ്ട. ഇന്നലകളിൽ ഇവിടെ കൊടുത്തിരുന്ന പണം എത്രയായിരുന്നോ, ഇവിടെ ഈടാക്കിയിരുന്ന തുക എത്രയായിരുന്നോ, ആ തുകക്ക് തന്നെ ഇവിടെ വരുന്ന രോഗികൾക്ക് OP ചീട്ട് എടുത്തു കൊടുക്കാനും സന്ദർശക ഫീസ് എടുക്കുവാനും വേണ്ടിയുള്ള നടപടികൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും. അതുവരെ ഈ സമരം ഏത് രൂപത്തിലാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഈ സമരത്തിന്റെ പേരിൽ ഇവിടെ വരുന്ന ഒരു രോഗികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രിയപ്പെട്ട അജ്മൽ സൈഫുവിന്റെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീറിന്റെ ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തകന്മാർ നടത്തുന്ന ഈ സമരത്തിന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും നേരുന്നു. ഈ സമരം അവസാനിപ്പിക്കുന്നതുവരെ, ലക്ഷ്യം കാണുന്നതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമര പോരാട്ടത്തിന് ജില്ലാ ആശുപത്രി എന്ന നിലക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്പൂർണമായ പിന്തുണയുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് മുഴുവൻ സമരഭടന്മാരെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.